വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു, സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായി നിയമം സ്റ്റേ ചെയ്യുന്നതിലേക്ക് കോടതി കടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല വഖഫ് ഭൂമി, വഖഫ് ബൈ യൂസർ എന്നുള്ളത് പറയുന്നു. മറ്റൊന്ന് നിയമനങ്ങൾ അത് മരവിപ്പിക്കുന്നു, തൽസ്ഥിതി തുടരുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഈ രണ്ട് കാര്യങ്ങളിൽ കോടതിയുടെ നിർദ്ദേശമാണ് ഈ ഇടക്കാല ഉത്തരവിലൂടെ പുറത്തുവരുന്നത്. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇതിൽ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? പുതുതായി ഇന്നലെ നടന്നതിനപ്പുറത്തേക്ക് പുതുതായി വാദമുഖങ്ങളൊന്നും ഇന്ന് നടന്നിട്ടില്ല. സമയം നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിന് 7 ദിവസത്തെ സമയം സാവകാശം. ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? അനുജ, ഇന്ന് സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന സൂചനയാണ് ഇന്നലെ ചീഫ് ജസ്റ്റിസ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടക്കാല ഉത്തരവിന്മേലുള്ള വാദമാണ് ഇന്ന് പ്രധാനമായും കോടതിയിൽ നടന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായി വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഒരാഴ്ച കൂടി കേന്ദ്ര സർക്കാരിന് വിശദമായ മറുപടി നൽകാൻ സാവകാശം വേണം എന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ ഒരാഴ്ച കൊണ്ട് മറ്റ് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന കാര്യവും സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് തൻ്റെ ഇടക്കാല ഉത്തരവ് എന്ന നിലയിൽ പറയാവുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യമാണ്. അതായത് 7 ദിവസത്തെ സാവകാശം സോളിസിറ്റർ ജനറൽ പറഞ്ഞതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകുന്നതിന് സമയം അനുവദിച്ചിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, ഈ കേസിൽ കക്ഷി ചേർന്നവർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും ആവശ്യമെങ്കിൽ ആ നിലയിലുള്ള വിശദമായ മറുപടി നൽകാം എന്ന കാര്യവും 7 ദിവസത്തിനകം നൽകാം എന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച കാലത്തിനിടയിൽ ഒരു തരത്തിലുള്ള നിയമനവും ഈ പുതിയ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ നടത്താൻ പാടില്ല എന്ന കാര്യം ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അത് ആ നിലയിൽ തന്നെ പാലിക്കാം എന്ന കാര്യമാണ് സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നത്. ഇതിനകം ഏതെങ്കിലും നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിയമനങ്ങൾ അസാധുവാകും എന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭൂമിയിൽ ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ കളക്ടർ നിസാം പാഷ निजाम पाशा सुप्रीम कोर्ट ने इंटरिम ऑर्डर पास किया है। सुप्रीम कोर्ट ने अंतरिम आदेश पास किया है। ऑल अपॉइंटमेंट्स टू वक्फ काउंसिल एंड वक्फ बोर्ड हैव बीन स्टेड until the matter is heard. No appointment will be made to the वक्फ काउंसिल or to the वक्फ boards. उसके अलावा all existing वक्फ, all वक्फ including वक्फ by user which are notified, registered, gazetted, etc. will be protected and will not be their nature and character will not be changed while the matter is being heard. ये अंतरिम आदेश, इंटरिम ऑर्डर सुप्रीम कोर्ट ने पास किया है. So अंग्रेजी में बोलो, उर्दू में बोलो. अभी आपने कोर्ट का, सुप्रीम कोर्ट के ऑनरेबल चीफ जस्टिस ऑफ इंडिया के साथ जो बेंच का ऑर्डर आपने सुन लिया. हमारे काउंसिल निजाम पाशा ने उस बात को आपके सामने रख दिया है. तो अब आइंदा फिर जब पेशी होगी हम लोग कोशिश करेंगे. तो यही बात कहना है और कुछ नहीं. अभी जो सुप्रीम कोर्ट ने तो कह दिया है कि वक्फ बाय यूजर पे सुप्रीम कोर्ट ने एक मानो में स्टे लगाया है और वक्फ बाय यूजर के डिलीशन पर स्टे लगाया है और साथ ही साथ कोई सेंट्रल वक्फ काउंसिल के बनाने पर स्टे लगाया गया है, स्टेट वक्फ बोर्ड के बनाने पर स्टे लगाया गया है. हाँ, अब आप देखिए मैं जॉइंट वर्किंग कमेटी ऑफ पार्लियामेंट का मेंबर था. जितने अमेंडमेंट सरकार ने उसमें लाए थे हमने उसकी मुखालिफत की और हमने डाइसेंट रिपोर्ट दिया. पार्लियामेंट में भी मैंने उस पूरे बिल की मुखालिफत की है. तो ये कहना कि मैं दूसरे बिल के प्रोविजंस को मान लूंगा, ये सवाल ही पैदा नहीं होता. हम पूरे उस बिल को उस एक्ट को अनकॉन्स्टिट्यूशनल मानते हैं और ये आर्टिकल 25, आर्टिकल 26, 14 और 15 और 29 का ग्रेव वायलेशन है. ये हम पहले से ही बोलते आए और आज फिर आपके सामने रिटेट कर रहा हूँ. No. See, let us be very careful. The Honorable Supreme Court, as rightly pointed out by my counsel, Mr. Nizam Pasha,
The Supreme Court has said that the Central Waqf Council and the state Waqf boards will not be constituted. Waqf by user cannot be deleted. Now, there are other provisions also which we as a party have come to the Honorable Supreme Court that calling it unconstitutional. Now, whenever it will be heard, our counsel, Mr. Nizam Pasha, on behalf of me, will be arguing it. As you know very well, that during the deliberations of the Joint Working Committee, I have given a Dyson report opposing all the amendments that were proposed by the government. And during the debate in the parliament on the consideration or passing of that bill, I have opposed each and every amendment. I have called it unconstitutional. എന്താണ് I ഇപ്പോൾ still കോടതിയിൽ call- നടന്നത് എന്നതിന്റെ വിശദീകരണമാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്.